കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? എന്റെ അടുത്ത ലോകത്തിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് മലയാള കഥയാണ്. കഥയുടെ പേരാണ് വയലിലെ കാഴ്ചകൾ. പതിവ് പോലെ രാവിലെ ചിന്നവീര് മുത്തശ്ശൻ പാടത്തേക്ക് പുറപ്പെട്ടു. വയൽ കാഴ്ചകൾ കാണാൻ മുത്തശ്ശൻ ചിന്നനെയും കൂടെ കൂട്ടി. വയൽ വരമ്പുകളിൽ നിന്നിരുന്ന വെള്ളക്കുട്ടികൾ അവരെ കണ്ടപ്പോൾ പറന്നുയിരുന്നു. ആ ദൃശ്യം കണ്ട് ചിന്നു ഇങ്ങനെ പാടി: പാടവരമ്പ് തയ്യ പാലിൻ കുപ്പികൾ പഴമട്ടിൽ അടുത്ത് ചെന്നൊരു നേരത്ത് പാലിൻ കുപ്പികൾ മാനത്ത്. വയൽ വരമ്പുകളിൽ തുമ്പയും മുക്കുറ്റിയും സമൃദ്ധിയായി പൂത്തു നിന്നിരുന്നു. പൂക്കളെ ഇടാനായി ചിന്നു ഇലക്കൊമ്പിൽ കുറച്ച് പൂക്കൾ ശേഖരിച്ചു. അപ്പോഴാണ് ഒരു പട്ടം തത്തകൾ ഇലകൾ കൊത്താനെത്തിയത്. ആ കാഴ്ച ഏറെ മനോഹരമായിരുന്നു. ചിന്നു പാഠപുസ്തകത്തിലെ ഒരു കവിത വരച്ചു. പുഞ്ചപ്പഴം കതിരായി കുഞ്ഞുങ്ങളിൽ വഹവായി ചെഞ്ചുണ്ടാരൊരു പാട്ടായി പുഞ്ചപ്പാടൽ തയ്യാറായി. അവൾ കവിത ചൊല്ലി. മുത്തശ്ശൻ അവളെ അഭിനന്ദിച്ചു. പിന്നീട് അവർ ചെന്നത് വയൽക്കൂടത്തിന്റെ അടുത്തേക്കായിരുന്നു. ആമ്പലും താമരയും വിടർന്നു നിൽക്കുന്ന വയൽക്കൂടത്തിൽ നീർക്കോലികളും താറാവുകളും നീന്തുന്നുണ്ടായിരുന്നു. ഹായ്, കണ്ണെടുക്കാൻ തോന്നുന്നില്ല, ചിന്നു പറഞ്ഞു. നേരം അവർ കാഴ്ചകൾ കണ്ട് വയൽ വരമ്പിലൂടെ നടന്നു. വീട്ടിലേക്ക് മടങ്ങാൻ നേരം അവൾ ഇങ്ങനെ പറഞ്ഞു: മുത്തശ്ശന്റെ കൂടെ ഞാൻ നാളെയും വരും. അത് കേട്ട് മുത്തശ്ശൻ ഒന്ന് പുഞ്ചിരിച്ചു.